നമസ്കാരം. ഭീമ ഫെയറി ടെയിൽ വെഡിങ്സ് ഇവന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ആയിട്ടുള്ള ജാനുമണി മാമിന്റെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആരൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കൂ. വെഡിങ് എന്ന് പറയുന്നത് ഒരു 1 ഡേ നടക്കേണ്ട ഒരു സെറമണി അല്ല, അതൊരു 1 വീക്കിൽ നടക്കും. കാരണം അത് വലിയൊരു ഗ്യാതറിംഗ് ആണല്ലേ. പക്ഷേ മോർ ഓവർ അതിന് മോസ്റ്റ് അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ആ ബ്രൈഡിന്റെ ഡ്രസ്സ്, കോസ്റ്റ്യൂംസ് ഇതൊക്കെയാണ്. അപ്പോൾ മേ ബി നമ്മൾ കേരളത്തിൽ വെച്ച് മാരേജ് ഫംഗ്ഷൻ നടത്തുവാണെങ്കിൽ മാം ഏത് കൈൻഡ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യാം? പറഞ്ഞിട്ട് നമുക്ക് ഒരു അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കുന്ന ടൈമില് ആ ടൈമില് നമുക്ക് യൂസ് ചെയ്യുന്ന മാക്സിമം നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരിയാണ് അല്ലെ. സോ അക്കോർഡിംഗ് ടു ദാറ്റ് എവറിഡേ ഫാഷൻ ഈസ് ചേഞ്ചിങ് നൗ. സോ ഐ തിങ്ക് ഐ ഓൾവേസ് തിങ്ക് ട്രഡീഷണൽ തിങ്സ് ആർ നെവർ ബിക്കം ഓൾഡ്. It's today or after 100 years also. So when we are wearing that setamunda with that mullapu or other avada nagapadam or elikatali mulla muttumala, so these things are traditional things are never can change. It will be always beautiful as like as many more years. Like nowadays also we are always attracted to the antique pieces, so old pieces. So I think it will be more good if we are going through at the traditional way. So I really love it. So these things are, and colors are like, you can see the little colors are differences and bangles actually look so beautiful. So അങ്ങനെ നമുക്ക് ഒരു മുസ്ലിം ബ്രൈഡ് ഡേസി ഉണ്ട്. സോ ഡേസിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടമായി. റിസപ്ഷൻ ലുക്ക്. സോ റിസപ്ഷൻ ലുക്കിൽ ഇത് ഓ മൈ ഗോഡ് സോ നൈസ്. ഇത് ജൂമാക്ക് സോ ബ്യൂട്ടിഫുൾ. സോ ഇറ്റ്സ് റിയലി നൈസ്. സോ ഗൗണിന്റെ കൂടെ നമുക്ക് സാരിയുടെ കൂടെ ചെയ്താൻ പറ്റും അല്ലെ. ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന മുന്നേ ഒരു 10 ഡേയ്സിന്റെ മുന്നേ പ്രീ ബ്രൈഡൽ എന്തെങ്കിലും പാക്കേജസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഫിനിഷ് ആക്കണം. കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു 2-3 കാര്യം ചെയ്യണമുണ്ട്. നമുക്കൊരു പോസ്റ്റ് വെഡിങ് പാക്കേജസ് എടുക്കണം, ഒരു ഫേഷ്യൽ ചെയ്യണം, ഒരു റിലാക്സേഷൻ ഹെയർ സ്പാ. സോ ഈ കാര്യങ്ങളും ഉറപ്പായിട്ട് ചെയ്യണം. കാരണം എല്ലാവരും കല്യാണത്തിന് മുന്നത്തെ ദിവസങ്ങളും ഭയങ്കര ഹരിബരി, അതാ കഴിഞ്ഞിട്ട് എല്ലാവരും ടയർഡായി പോയി കഴിഞ്ഞിട്ട് കിടക്കും. പക്ഷെ ആ ടയർഡ്നെസ് ടൈമിൽ നമുക്ക് മേക്കപ്പ്, ഹെയർ, കോസ്റ്റ്യൂം, ജ്വല്ലറി എല്ലാം തങ്ങിട്ട് തൂങ്ങിയാണ് ഭയങ്കര ടയർഡായി പോയി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോസ്റ്റ് ബ്രൈഡൽ സാധനങ്ങളും ചെയ്യണം. ട്രിവാൻഡ്രം ഭീമാതെ എല്ലാവർക്കും എന്റെ ഹിതം നിറഞ്ഞ ഒരു നന്ദി. Today I'm here and we work together and again we'll work and my support always will be there. Thank you guys. എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ മാഡം would have explained everything to you all. But I'm happy she was here for you all. God bless. And thank you.